നമസ്തേ. ഇന്ന് സർപ്പദോഷത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് സർപ്പദോഷം? യഥാസമയം വിവാഹം നടക്കാതിരിക്കുക, സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കുക, ത്വക്ക് രോഗങ്ങൾ, വലിയ ജീവിത ക്ലേശങ്ങൾ ഇവയ്ക്കൊക്കെ കാരണമാകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ദോഷമാണ് സർപ്പദോഷം. ഇതിനെ സർപ്പബാധയെന്നും പറയാറുണ്ട്. നമ്മുടെയോ പൂർവീകരായ കുടുംബാംഗങ്ങളുടെയോ കർമ്മഫലമായി ഉണ്ടാകുന്ന ദോഷമാണ് സർപ്പദോഷം. കുടുംബത്തിൽ പൂർവകാലത്തുണ്ടായിരുന്നതോ ഇപ്പോഴും ഉള്ളതോ ആയ സർപ്പാരാധനയുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങൾ, വിഷവൈദ്യം, മാന്ത്രികം എന്നിവ കൈകാര്യം ചെയ്തിരുന്ന പൂർവീകരുടെ കർമ്മഫലങ്ങൾ, കാവ് നശിപ്പിക്കുക, കാവ് അശുദ്ധിപ്പെടുത്തുക, കാവിലെ വൃക്ഷങ്ങൾ മുറിക്കുക, സർപ്പങ്ങളെയും സർപ്പക്കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യുക, മുട്ട നശിപ്പിക്കുക, പുറ്റ് ഉടയ്ക്കുക, ചിത്രകൂടം തകർക്കുക, മുമ്പ് കാവുണ്ടായിരുന്ന സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുക, ഇവയൊക്കെയാണ് പ്രധാന സന്തതി പരമ്പരകളെ കൂടി ബാധിക്കുന്ന ദോഷമായിട്ടാണ് സർപ്പദോഷത്തെ കരുതുന്നത്. എൻ്റെ ജാതകത്തിൽ സർപ്പദോഷമുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജാതകം നോക്കി പറയാൻ പറ്റുന്നതോ ജാതകത്തിൽ ഉള്ളതോ ആയ ഒരു ദോഷമല്ല സർപ്പദോഷം. സർപ്പദോഷം മാത്രമല്ല, ദേവേവാ ധർമ്മദേവേ ഫണിപിത ഗുരുഫിത് ബ്രാഹ്മണേ പ്രേതഭൂതേ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ ദേവകോപം, ധർമ്മദേവബാധ, സർപ്പബാധ, പിതൃശാപം, ഗുരുബ്രാഹ്മണ ശാപം, ദൃഷ്ടിബാധ, വിളിദോഷം, കൈവിഷം, പ്രേതബാധ, ആഭിചാരദോഷങ്ങൾ, അതായത് ശത്രുബാധ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ദോഷങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന ദോഷങ്ങൾ ഒന്നും തന്നെ ജാതകത്തിലുള്ളതോ ജാതകം നോക്കി പറയാൻ പറ്റുന്നതോ അല്ല. പിന്നെ എങ്ങനെയാണ് സർപ്പദോഷം പറയുന്നത്? ജാതകത്തിൽ നിന്ന് വിഭിന്നമായി ജ്യോതിഷത്തിൽ പ്രശ്നം എന്നൊരു ശാഖയുണ്ട്. പ്രശ്നം വെച്ച് നോക്കിയാണ് സർപ്പദോഷം ഉണ്ടോ എന്ന് പറയുന്നത്. പ്രശ്നത്തിൽ ബാധാരാശി, ബാധകാധിപൻ എന്നിവയുമായി ബന്ധപ്പെടുത്തി വ്യാഴം, രാഹു, ഗുളികൻ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതി വിശകലനം ചെയ്ത് ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർപ്പദോഷം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. സർപ്പദോഷം ഉണ്ട് എന്ന് കണ്ടാൽ ആരുടെ രാശി, രാഹുവിൻ്റെ സ്ഥിതി ഇവ നോക്കി എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യണം എന്ന് പറയും. പ്രധാനമായും 100 പാലം നടത്തുക, പുള്ളുവൻ പാട്ട് പാടിക്കുക, സർപ്പം, മുട്ട, പുറ്റ് എന്നിവയുടെ രൂപം ക്ഷേത്രത്തിൽ സമർപ്പിക്കുക, സർപ്പബലി ചെയ്യിക്കുക, ഇവയൊക്കെയാണ് പരിഹാരമായി പറയുന്നത്. ഏത് സർപ്പദോഷത്തിനും സർപ്പബലി പരിഹാരമാണ്. മണ്ണാറശാല, വെട്ടിക്കോട്, പാമ്പമേക്കാട്, ആമേട, അനന്തൻകാട്, പാതിരിക്കുന്നത്തുമന തുടങ്ങിയ നാഗാരാധന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ സർപ്പബലി ചെയ്യാറുണ്ട്. ആമേടയിൽ സർപ്പബലിക്ക് 1500 രൂപയാണ്. താരതമ്യേന അവിടെയാണ് കുറവ് എന്ന് തോന്നുന്നു. ഈ മണ്ണാറശാലയും വെട്ടിക്കോടും ആലപ്പുഴ ജില്ലയിലും, ആമേട, പാമ്പമേക്കാട് ഇവ തൃശ്ശൂർ ജില്ലയിലും, അനന്തൻകാട് തിരുവനന്തപുരത്തും, പാതിരിക്കുന്നത്തുമന പാലക്കാടുമാണ്. അതാത് ക്ഷേത്രങ്ങളിൽ തിരക്കിയ സർപ്പബലിയുടെ തുക എത്രയെന്ന് അറിയാൻ പറ്റും. ചില സന്ദർഭങ്ങളിൽ സർപ്പദോഷത്തെ ആവാഹിച്ചു മാറ്റേണ്ടതായിട്ടും ഉണ്ടാകാറുണ്ട്.
1000 തോറും സർപ്പദേവങ്ങളെ ഭജിക്കുന്നത് ശ്രേയസ്കരമാണ്. രാഹുർദശയിലും രാഹുവിൻ്റെ അപഹാരകാലത്തും സർപ്പദേവങ്ങളെ ഭജിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. നന്ദി, നമസ്കാരം.